ശാലസൂം ടീച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 10th സ്റ്റാൻഡേർഡിലെ അക്കർ മാഷി എന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന, അതായത് ഈ ഒരു പാഠഭാഗത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളല്ലാതെ എക്സാമിന് കൂടുതലൊന്നും വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിലും വന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പാഠഭാഗം വളരെ കൃത്യമായിട്ട് അതിൻ്റെ ആശയവും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ നമ്മുടെ പാർട്ട് 1 ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ കാണുക, എന്നിട്ട് ചോദ്യങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കർ മാഷി ഒറ്റ നോട്ടത്തിൽ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ പറയാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അക്കർ മാഷി എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, എങ്കിലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അക്കർ മാഷി എന്താണ്? അക്കർ മാഷി എന്ന് പറയുന്നത് നമ്മുടെ ശരൺ കുമാർ ലിംബാളെ എഴുതിയ എന്ന മറാഠി സാഹിത്യകാരൻ എഴുതിയ ആത്മകഥോപഖ്യാനമാണ് അക്കർ മാഷി എന്ന പാഠഭാഗം. എന്താണ് ആത്മകഥോപഖ്യാനം എന്ന് പറഞ്ഞാൽ? അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം നിന്ന് ഉടലെടുത്ത ഒരു ആത്മകഥയാണ് നമ്മുടെ അക്കർ മാഷി എന്ന് പറയുന്ന പാഠഭാഗം. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അക്കർ മാഷി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ജാതി ഭ്രഷ്ടൻ എന്ന മറാഠി അർത്ഥം വരുന്ന പദമാണ് അക്കർ മാഷി എന്ന് പറയുന്നത്. അത് അർത്ഥപൂർണ്ണൻ, ജാതി നിശ്ചയിക്കാത്ത ഒരു ജാതി അറിയാത്ത ഒരു അങ്ങനെ ഒരു ഇത് പറയാറ് അർത്ഥപൂർണ്ണൻ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഈ അക്കർ മാഷിയിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ എന്താ പറയാ ഹെഡിങ് വിശകലനം ചെയ്യാനൊക്കെ പറയുമ്പോൾ, തലക്കെട്ട് വിശകലനം ചെയ്യാനൊക്കെ പറയുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന കാര്യങ്ങളാണ് നമ്മുടെ ശരൺ കുമാർ ലിംബാളയുടെ അച്ഛൻ ലിംഗായത്ത് എന്ന് പറയുന്ന ഉയർന്ന ജാതിയിൽപ്പെട്ട ആളും അമ്മ മഹാർ എന്ന് പറയുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുമായിരുന്നു. പക്ഷെ നമ്മുടെ ലിംബാളെ അച്ഛൻ്റെ മേൽവിലാസത്തിൽ അറിയപ്പെട്ടിരുന്നില്ല. സമൂഹത്തിൽ എന്താ പറയുക പരിഗണനയും വിലയും സ്നേഹം ഒന്നും ലഭിക്കാത്ത ഒരു കൂട്ടം കുട്ടികളിൽ പെട്ടവനായിരുന്നു നമ്മുടെ ലിംബാളയും എന്ന് പറയുന്നതാണ്. പിന്നെ നമ്മുടെ കർണാടക മഹാരാഷ്ട്ര ബോർഡറിലായിരുന്നു നമ്മുടെ അക്കർ മാഷി, അതായത് സ്ഥലവും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ മറാഠിയാണോ കന്നഡയാണോ എന്ന ഭാഷ പോലും ജാതിയോ മതമോ ഒന്നും നിശ്ചയിക്കപ്പെടാത്ത രീതിയിലുള്ള അർത്ഥപൂർണനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ലിംബാളെ എന്ന് പറയുന്നത് അല്ലെ. ജാതിയുടെ പേരിൽ ഒരുപാട് ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ ലിംബാള. ഓക്കെ, ലിംബാളെ ചെറുപ്പകാലത്ത് നോക്കിയിരുന്ന ആരായിരുന്നു? നമ്മുടെ കുമാർ മാമയും ശാന്ത മുത്തശ്ശിയുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പാഠഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇനി ഇതിൽ നിങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. നമ്മൾ പറഞ്ഞ കാര്യം അക്കർ മാഷി എന്ന തലക്കെട്ടിന്റെ ഔചിത്യം പരിശോധിക്കുക, അല്ലെങ്കിൽ എന്ന തലക്കെട്ട് വിശകലനം ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എഴുതുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കർ മാഷി എന്ന കഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശരൺ കുമാർ ലിംബാളയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്നുള്ളതാണ്. കഥാപാത്ര നിരൂപണം എങ്ങനെ വൃത്തിയായിട്ട് തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ഞാൻ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അത് കൊടുത്തിട്ടുള്ള ആ ഒരു ഘടനയിൽ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എഴുതുക. കഥാപാത്ര നിരൂപണം എന്ന് പറയുമ്പോൾ ആദ്യം ശരൺ കുമാർ ലിംബാളയെ കുറിച്ചിട്ട് നമ്മൾ എഴുതണം അല്ലേ. അദ്ദേഹത്തെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ മതി. അമ്മ ആരാണ്? അമ്മ, അച്ഛന്, പിന്നെ അതുപോലെ ഭാഷ, പിന്നെ അങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 2-3 മാർക്കിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുക, ഈ ചപ്പുചെറുകൾ വാരിക്കൂട്ടുന്നിടയിൽ എനിക്ക് തോന്നി എന്താ പറയുക തൂക്കി നോക്കേണ്ടത് എൻ്റെ വിശപ്പാണെന്ന് എനിക്ക് തോന്നി എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അല്ലേ. ആ ഒരു ഡയലോഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പാഠഭാഗം എടുത്തപ്പോഴും പറഞ്ഞ കാര്യമായിരുന്നു. അപ്പം ആ ഒരു ഡയലോഗിൻ്റെ ഔചിത്യം പരിശോധിക്കുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ പറയാം. ചപ്പുചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണെന്ന് എനിക്ക് തോന്നി. ലിംബാളയുടെ ജീവിത പശ്ചാത്തലം വ്യക്തമാക്കാൻ ഇത്തരം പ്രയോഗങ്ങൾ
പ്രയോഗങ്ങൾ എത്രമാത്രം ശക്തമാണെന്ന് പാഠഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ വിവരിക്കുക. അപ്പൊ ഞാനത് എന്താ പറയാ അതിനെ കുറിച്ച് പറഞ്ഞപ്പോ പാഠഭാഗത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ വൃത്തിയായിട്ട് ഇത് എഴുതാന്ന് ഞാൻ എഴുതിയതൊന്ന് ജസ്റ്റ് എന്താ പറയാ എഴുതിയതിലുള്ള കാര്യം ഒന്ന് വായിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ശൈലിയിൽ എഴുതാൻ ശ്രമിക്കുക. ജീവിത ചെലവിനുള്ള പണം കണ്ടെത്താൻ ശാന്ത ആദ്യം പഴം കച്ചവടം നടത്തിയിരുന്നു. പിന്നീട് തെരുവിലെ ചപ്പുചവറുകൾ പെറുക്കി വിൽക്കാൻ തുടങ്ങി. ദിവസേനെ പൊട്ടിയ കുപ്പിയും കീറക്കടലാസും പഴംതുണിയും ഒക്കെ പെറുക്കി നടന്ന് വിറ്റില്ലെങ്കിൽ അന്നത്തെ ആഹാരത്തിന് വകയില്ലാത്ത അവസ്ഥയായിരുന്നു അവർക്ക്. ലിംബാളയും അവരോടൊപ്പം ചവർ പെറുക്കാൻ കൂടിയിരുന്നു. അവരുടെ പ്രധാന പ്രശ്നം വിശപ്പായിരുന്നു. കീറക്കടലാസുകളും മറ്റു സാധനങ്ങളും തൂക്കി വിൽക്കുകയായിരുന്നു പതിവ്. ലിംബാളെ പറയുന്നത് ചവറുകൾക്ക് പകരം തൂക്കി നിൽക്കേണ്ടത് അവരുടെ വിശപ്പാണെന്നാണ്. ലിംബാളയുടെ ജീവിതത്തിന്റെ ദയനീയത വ്യക്തമാക്കാൻ ഈ പ്രയോഗം സമർത്ഥമാണ്. പെറുക്കി കൂട്ടുന്ന ചവറിനേക്കാൾ വലുതായിരുന്നു അവരുടെ വിശപ്പ്. ആ ചപ്പുചവറുകളിൽ തീരുന്നതായിരുന്നില്ല അവരുടെ ദാരിദ്ര്യം എന്ന് ഈ വാക്ക് കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ എത്രത്തോളം ദാരിദ്ര്യമാണ് ആ ചെറിയൊരു കുട്ടി അനുഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ആ ഒരു എന്താ പറയാ ഡയലോഗിൽ ആ ഒരു സംഭാഷണത്തിൽ പറയുന്നത് എന്നുള്ളതാണ്. അടുത്ത് നമ്മുടെ 2020 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്യരുത്, വീണ്ടും ചോദിക്കാം. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അഥവാ മുൻകാല പരീക്ഷാ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 40 മാർക്കിനും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പഴയ ചാക്ക് തോളിലിട്ട് പാതയിലും പറമ്പിലും ഒക്കെ നടന്ന് പലതും പെറുക്കിക്കൂട്ടി വിറ്റു തുടങ്ങി. ദിവസം മുഴുവൻ അലഞ്ഞു നടന്ന് വാരിക്കൂട്ടുന്ന ചവറിന്റെ തൂക്കവും വിലയെങ്കിലും ഉണ്ടോ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്ക്? സാന്തമായി ഒരു മഹാറാണെന്ന് മനസ്സിലായപ്പോൾ ചെരുപ്പ് കുത്തി പോലും ചെരുപ്പ് തുന്നാൻ കൂട്ടാക്കിയില്ല. തന്നിട്ടുള്ള സൂചനകൾ വിലയിരുത്തി അക്കർമാശിയിൽ തെളിയുന്ന സമൂഹം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം എങ്ങനെ തയ്യാറാക്കാന്നുള്ളതിന്റെ കറക്റ്റ് ആ ഒരു ഘടന എന്ന് പറയുന്നത് നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഇനി ആ ഉപന്യാസം നമുക്കിവിടെ എഴുതിയത് ഞാൻ ജസ്റ്റ് ഇത് എഴുതിയത് ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. അതായത് എങ്ങനെയൊക്കെ വാക്കുകൾ ഉപയോഗിക്കാം എന്നറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഒരിക്കലും ഇത് ബൈഹാർട്ട് ചെയ്ത് പോവരുത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ശൈലി എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഞാൻ ഉപന്യാസന ഘടന ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് വായിച്ചു തരാൻ മാത്രമാണ്. അതിൽ വരേണ്ട പോയിന്റ്സുകൾ എന്തൊക്കെ എന്നറിയാൻ വേണ്ടി മാത്രം കേട്ടോ. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇങ്ങനെ എഴുതി വെക്കരുത്. നമ്മൾ പറഞ്ഞ ഉപന്യാസത്തിന്റെ ഘടന അനുസരിച്ച് ഈ പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചെഴുതാന്നാണ് കേട്ടോ പറഞ്ഞത്. അത് ശ്രദ്ധിക്കണേ. ശരൺകുമാർ ലിംബാളെ അദ്ദേഹത്തിന്റെ ആത്മകഥോപാഖ്യാനത്തിലൂടെ അദ്ദേഹത്തിന്റെ ജീവിത പരിസരത്തിന്റെ സാമൂഹിക ജീവിതം ആവിഷ്കരിക്കുന്നു. അവർ അനേകം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പ്രധാന സാമ്പത്തിക പരിധീനത തന്നെ, സ്ഥിരമായ തൊഴിലും വരുമാനവും ഇല്ലാത്ത ജീവിതം, അല്ലേ? പറഞ്ഞിട്ടുണ്ട് അല്ലേ? ജോലിയുള്ളവർക്ക് അത് നഷ്ടപ്പെടുന്നു. തെരുവിൽ പഴം വിൽക്കുന്നത് പോലുള്ള തൊഴിലുകൾ ചെയ്യാമെന്ന് വെച്ചാൽ അതും തുടർന്നു കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥ. അതുകൊണ്ട് തെരുവിലെ ചപ്പുചവറുകൾ പെറുക്കി വിൽക്കുന്നത് പോലെയുള്ള വൃത്തിഹീനമായ തൊഴിലുകളിൽ ഏർപ്പെടേണ്ടി വരുന്നു. ഇങ്ങനെ കൂടുതൽ പാപ്പരാകുന്ന തരത്തിലാണ് അവരുടെ സാമൂഹിക ജീവിതം. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പാണ്, അല്ലേ? അതിൽ പറയുന്നുണ്ട് അല്ലേ, നമ്മുടെ വിശപ്പ് തൂക്കി നോക്കുന്ന ആ ഒരു പോയിന്റ്. ഓക്കെ, വിൽക്കാനായി അവർ പെറുക്കിക്കൂട്ടുന്ന ചപ്പുചവറുകളിലെ ഭാരത്തേക്കാൾ വലുതായിരുന്നു അവരുടെ വിശപ്പിന്റെ ഭാരം. മറ്റൊന്ന് ജാതീയവും മതപരവുമായ വിവേചനങ്ങളായിരുന്നു. അവർ സാമൂഹിക ജീവിതത്തിന്റെ പൊതുധാരയിൽ പെടുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ജാതി ഏതാണെന്നോ മതം ഏതാണെന്നോ നിശ്ചയിക്കപ്പെടാത്തൊരവസ്ഥ. അതായത് അച്ഛൻ ഉയർന്ന ജാതിയാണ്, അമ്മ താഴ്ന്ന ജാതിയാണ്. അപ്പൊ മകന് അച്ഛന്റെ മേൽവിലാസത്തിൽ അറിയപ്പെടുന്നില്ല, ഒരു മാറ്റി നിർത്തപ്പെട്ട ഒരാളെ പോലെയാണ്. ഓക്കെ, വശങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെട്ടവരാണവർ. ദിവസം മുഴുവൻ അലഞ്ഞു നടന്ന് വാരിക്കൂട്ടുന്ന ചപ്പുചവറിന്റെ വില പോലുമില്ല. വിലയെങ്കിലും ഉണ്ടോ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്ക്? അത് എന്താ പറയാ, നമ്മുടെ ലിംബാളെ തന്നെ ചോദിക്കുന്നുണ്ട്. വാരിക്കൂടുന്ന ചപ്പുചവറുകൾ തൂക്കി നോക്കിയിട്ടാണ് വില നൽകുക. ആ ഒരു വില പോലും ഞങ്ങൾക്ക് സമൂഹത്തിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ,
അവരുടെ കുട്ടികൾക്ക് താമസിച്ചു പഠിക്കാൻ പ്രത്യേക ഹോസ്റ്റലുകളുണ്ട്. അവിടെ ദളിത് കുട്ടികൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ പോലെ തന്നെ അവർക്കും അവരുടേതായ നമസ്കാരങ്ങളും പൂജകളും പ്രാർത്ഥനകളും പുരാണ പാരായണങ്ങളും ഉണ്ടായിരുന്നു. പഠനത്തിനായി കുട്ടികൾ നഗരങ്ങളിലേക്ക് പോകുമ്പോൾ അതൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അല്ലേ. അതായത് ലിംബാളയ്ക്ക് ചുങ്കിയിൽ നിന്നപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചമ്പൽക്കാവിൽ എത്തിയപ്പോൾ അതൊന്നും ഒരു ഇതിനായിട്ട് മറ്റുള്ള മതങ്ങളായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരു ബുദ്ധമതം മാത്രമായിരുന്നു അവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്. പഠനത്തിനായി കുട്ടികൾ നഗരങ്ങളിലേക്ക് പോകുമ്പോൾ അതൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്നു. മറ്റു സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെടുന്നു. എങ്കിലും ജീവിത മൂല്യങ്ങൾക്ക് കുട്ടികൾ പ്രാധാന്യം കൊടുത്തിരുന്നു. സിനിമ കാണുക എന്ന പ്രലോഭത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വഴിയിൽ വീണു കിട്ടിയ പണം സ്കൂൾ ഹെഡ്മാസ്റ്ററെ ഏൽപ്പിക്കാൻ ലിംബാളയ്ക്ക് കഴിഞ്ഞത് ഈ മൂല്യബോധം കൊണ്ടാണല്ലോ അല്ലേ. സത്യസന്ധത അത്രത്തോളം വലുതായിരുന്നു. അത്രയും പ്രശ്നങ്ങളും ദാരിദ്ര്യവും എന്താ പറയുക പട്ടിണിയൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു കിട്ടിയ പണം, തനിക്ക് കയ്യിൽ കിട്ടിയ പണം തിരിച്ച് ഏൽപ്പിക്കാനുള്ള ഒരു മനസ്സ് ലിംബാളെ കാണിച്ചു. ഏതായാലും ദാരിദ്ര്യവും വിശപ്പും അരക്ഷിതാവസ്ഥയും ഒക്കെ ചേർന്ന ദയനീയമായ ഒരു സാമൂഹിക ജീവിതമാണ് ഈ ഭാഗത്ത് തെളിയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ 2020 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഉപന്യാസം തയ്യാറാക്കുക. പക്ഷെ ഇതിങ്ങനെ എഴുതരുത്. ഉപന്യാസത്തിന്റെ ഘടന അനുസരിച്ചിട്ട് ഈ പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചിട്ട് വേണം എഴുതാൻ. ഇന്ന് വന്ന അടുത്തൊരു ചോദ്യമാണ്, എൻ്റെ സത്യസന്ധത എനിക്ക് നൽകിയ ആനന്ദം ആ 30 രൂപയേക്കാൾ എത്രയോ വലുതായിരുന്നു. സത്യം സ്വത്തിനേക്കാൾ വിലപിടിച്ച മൂലധനമാണ്. കണ്ണീരും കിനാവും. മറ്റേത് അക്കർ മാഷിയിലെ വരികൾ. സത്യത്തിന്റെ മൂല്യത്തെക്കുറിച്ചുള്ള 2 രചനാഭാഗങ്ങളിലെ ആശയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. താരതമ്യ കുറിപ്പ് എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യം അത് പോയിട്ട് കാണുക. ആ ഒരു ഘടനയിൽ ഇനി പറയുന്ന കാര്യങ്ങൾ എഴുതുക. എന്താണ് നമ്മുടെ ലിംബാളയ്ക്ക് ഒരിക്കലും കുമാരമ്മ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ, സിനിമയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഇതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ലിംബാളയ്ക്ക് വഴിയിൽ നിന്ന് പണം 30 രൂപ കളഞ്ഞു കിട്ടുകയാണ്. അപ്പൊ സുഹൃത്ത് പറയാണ്, നമുക്കിത് പകുതി മതിയാക്കിയിട്ട് നമുക്ക് എന്ത് കാട്ടാം, സിനിമയ്ക്ക് പോകാം, അക്കരെ സിനിമയ്ക്ക് പോകാമെന്ന് പറയുകയാണ്. പക്ഷെ ലിംബാള എന്താ പറയുന്നത്, വേണ്ട, അതായത് സ്വീകാര്യമായിട്ട് ലിംബാളയ്ക്ക് തോന്നില്ല. പിന്നെ കൂട്ടുകാരന് ഓഫർ കൊടുക്കുകയാണ്, 20 നീ എടുത്ത 10 ഞാൻ എടുത്തെങ്കിലും ആരോടും ഇത് പറയരുതെന്ന് പറയുന്നത്. പക്ഷെ ലിംബാള അത് സമ്മതിച്ചില്ല. ലിംബാള നേരെ ഹെഡ് മാസ്റ്ററെ ഏൽപ്പിച്ചു. അവര് ഒരുപാട് അഭിനന്ദിച്ചു. ആ കാര്യങ്ങളൊക്കെ എഴുതുക കേട്ടോ. അതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്മുടെ 2022 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വാറു പൊട്ടിയ ചെരുപ്പ് അവിടെയുള്ള ചെരുപ്പ് കുത്തിയെ കൊണ്ട് നന്നാക്കിക്കാൻ പറഞ്ഞു സാന്തമായി. എന്നാൽ സ്വന്തമായി ഒരു മഹാറാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ചെരുപ്പ് കുത്തി ചെരുപ്പ് തുന്നാൻ കൂട്ടാക്കിയില്ല. വേദനയും ദുഃഖവും നിറഞ്ഞ ജീവിതാനുഭവങ്ങളാണ് അക്കർ മാഷി എന്ന ആത്മാവിഷ്കാരത്തെ വികാര തീവ്രമാക്കുന്നത്. പാഠഭാഗത്തെ ആസ്പദമാക്കി പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. എങ്ങനെ ഒരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഘടനയിൽ ഇനി പറയുന്ന പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കാൻ ഞാൻ ഈ ഒരു ഇത് നിങ്ങൾ തയ്യാറാക്കേണ്ടത്, ആദ്യം നിങ്ങൾ ശരൺകുമാർ ലിംബാളയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതുക. അതായത് ഇവിടെ പ്രസ്താവിക്കുന്നത് എന്താണ്, ഇവിടെ പ്രതിപാദിക്കുന്നത് എന്താണ്, ജാതിയാണ് അല്ലേ. ശരൺകുമാർ ലിംബാള് ഒരു മഹാറാണെന്ന് അറിഞ്ഞപ്പോൾ ചെരുപ്പ് കുത്തി വാറുപോലും തുന്നാൻ വിസമ്മതിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ജാതി നിങ്ങൾ എടുത്തിട്ട് പറയണം. അതായത് ശരൺകുമാർ ലിംബാളെ ഒരു അക്രമാശിയാണ്. അതായത് എന്താ പറയുക, ഒരു അച്ഛൻ ലിഖായത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടതാണ്, അമ്മ മഹാർ എന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ലിംബാളയുടെ ജാതി പ്രസ്താവിക്കുന്നില്ല. പിന്നെ അതുപോലെ കർണാടകയാണോ മഹാരാഷ്ട്ര എന്നറിയാത്ത ഒരു ബോർഡറിലാണ് താമസിക്കുന്നത്. കന്നഡയാണോ മറാത്തിയാണോ എന്ന് എന്താ പറയുക നിശ്ചയിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം. പിന്നെ അതുപോലെ ഇത് വരാനുണ്ടായ സാഹചര്യം, അതായത് സാധാരണമായി ലിംബാളയെ കാണാൻ വന്നപ്പോഴാണ് ഈ ചെരുപ്പ് സമ്മാനിച്ചത്. ചെരുപ്പ് എവിടുന്ന കിട്ടിയത്, ബസ് സ്റ്റാൻഡിൽ നിന്ന് പിറക്കി നടന്നപ്പോൾ കിട്ടിയതാണ്. ആ കാര്യങ്ങളൊക്കെ ആദ്യം പറയണം. ഓക്കെ, എന്നിട്ട് ഈ ജാതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രതികരണക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഘടനയിൽ തയ്യാറാക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. വേറെ ഇതിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു അക്കർ മാഷി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഒരിക്കലും വരില്ല. ഈ ക്വസ്റ്റ്യൻസ് നോക്കുക, ഇതിൽ വരുന്ന പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്യുക, പഠിക്കുക.
ഓക്കെ, അപ്പം ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യം ഈ ഒരു 2 പാർട്ട് കണ്ടാൽ അക്കർ മാഷി എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പാഠവുമായിട്ട് കാണാം. ഞാൻ വീണ്ടും പറയുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ, ലൈക്കും ഷെയർ ഒക്കെയാണ് നമ്മുടെ ചാനലിലെയും വീഡിയോ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, സീ യു, അടുത്ത വീഡിയോയിൽ കാണാം.